ലൈഫിലെ എല്ലാ കാര്യവും ഒരു വീഡിയോ എടുത്തോ ഫോട്ടോ എടുത്തോ സൂക്ഷിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഞാൻ ആ കൂട്ടത്തിൽ പെട്ട ഒരാളാണ്. ലൈഫിലെല്ലാം അല്ലെങ്കിലും ചില കാര്യങ്ങൾ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് എഡിറ്റ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. എൻ്റെ മകൻ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നത് കാണാൻ പോയ ഞാൻ ഒട്ടനവധി കുട്ടികളുടെ മേക്ക് ഓവറും അവരുടെ പാരൻസിൻ്റെ എക്സൈറ്റ്മെൻറ്റും കണ്ട് സന്തോഷം അടക്കാനാകാതെ നിന്ന ഒരു ഡേ ആയിരുന്നു ചെമ്പക കിൻഡർ ഗാർഡൻ്റെ ഈ അടുത്തിടെയായി നടത്തിയ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ. അമ്മമാരെ സംബന്ധിച്ച് അവരുടെ കുട്ടികൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് ഭയങ്കര സന്തോഷവും കണ്ണുകളൊക്കെ നിറയ്ക്കുന്നതായിരിക്കും അല്ലേ? അതുപോലത്തെ കുറേ അമ്മമാരെ അവിടെ എനിക്ക് കാണാൻ സാധിച്ചു. അമ്മമാർ മാത്രമല്ല കേട്ടോ, കുറേ അച്ഛന്മാരും കുറേ അപ്പൂപ്പന്മാരും അമ്മമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റേജിൽ കയറി ഓരോ കുട്ടികളും പെർഫോം ചെയ്യുന്നത് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. കുറേ പേര് പേടിച്ച് കരയും, കുറേ പേര് ഭയങ്കര ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കാർത്തിയുടെ എല്ലാ ഫ്രണ്ട്സും അവൻ്റെ കൂടെ ജോയിൻ ചെയ്തു. പിന്നെ ഫോട്ടോ എടുപ്പായി, വീഡിയോസായി, അങ്ങനെ അങ്ങനെ. കാർത്തി സ്റ്റേജിൽ കയറി കുറച്ച് നേരം പോലും പേഷ്യൻസോടെ നിൽക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അവൻ എന്നെ നന്നായിട്ട് അത്ഭുതപ്പെടുത്തി. അവൻ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. എൻ്റെ മോൻ്റെ പെർഫോമൻസും അതുപോലെയുള്ള കുഞ്ഞു കുട്ടികളുടെ എല്ലാവരുടെയും പെർഫോമൻസിനും എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക് യു പറയാനുള്ളത് ചെമ്പക കിൻഡർ ഗാർഡനിലെ ടീച്ചേഴ്സിനോടാണ്. അവരുടെ ഒരു വലിയ പങ്ക് തന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ വിജയത്തിന് കാരണമായി. ഇപ്പോഴെന്നല്ല എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ചെമ്പക കിൻഡർ ഗാർഡനിലെ ടീച്ചേഴ്സിന് കുട്ടികളോടുള്ള ആ ഒരു കരുതൽ. രാവിലെ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ തുടങ്ങുന്ന ചിരിച്ചുകൊണ്ടുള്ള ഗുഡ് മോർണിംഗും വൈകുന്നേരം സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നിട്ട് പിറ്റേ ദിവസം സ്കൂളിൽ പോകാനുള്ള മോൻ്റെ ഉന്മേഷവും ഒക്കെ കാണുമ്പോൾ ടീച്ചേഴ്സിനോടുള്ള ബഹുമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം സപ്പോർട്ടുള്ള ഒരു കൂട്ടം ടീച്ചേഴ്സും ആയമാരും ഈ ഒരു പ്രോഗ്രാമിൻ്റെയും ചെമ്പക സ്കൂളിൻ്റെയും വിജയത്തിൻ്റെ ഒരു മെയിൻ കാരണം തന്നെയാണ്.